നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിയിടുമ്പോൾ ഒരു രാജ്യത്തിനൊപ്പം ചേർന്ന് മറ്റേ രാജ്യത്ത് ബോംബിട്ട ശേഷം ഇത് സമാധാന ബോംബാണെന്ന് പറയുന്ന ഒരേ ഒരാളെ ലോകത്തുള്ളൂ. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇറാനിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അമേരിക്ക ബോംബിട്ടാൽ അത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ബോംബെന്നാണ് ന്യായീകരണം. മറ്റേതെങ്കിലും രാജ്യം ബോംബിട്ടാൽ അത് ഭീകരാക്രമണമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും അമേരിക്ക തന്നെ വ്യാഖ്യാനിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമെന്ന് അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന് സോഷ്യൽ മീഡിയ വഴി ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ബഷീറിയൻ കഥാപാത്രത്തെ പോലെ ആന ഗർഭിണിയാണെന്ന് കേട്ടാലും ഗർഭത്തിൽ അവകാശവാദം ഉന്നയിക്കും ഈ എട്ടുകാലി മമ്മൂഞ്ഞ്. ഇന്ത്യ തന്നെ ഔദ്യോഗികമായി ഇത് നിഷേധിച്ചതാണ്. അപ്പോഴും വീരവാദം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യൻ നേതാക്കളെ കാണുമ്പോൾ ഒപ്പമാണെന്ന് പറയും. മറുഭാഗത്ത് പാകിസ്ഥാൻ കരസേനാ മേധാവിയെയും ISI തലവനെയും വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുക്കും. അവരെ കൊണ്ട് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനത്തിന് യോഗ്യൻ താനാണെന്ന് നാമനിർദ്ദേശം നൽകിക്കും. ലോകത്തെല്ലായിടത്തും പോയി യുദ്ധമുണ്ടാക്കി അതിൽ സമാധാനം വരുമ്പോൾ ക്രെഡിറ്റ് അഴിക്കുക എന്ന തന്ത്രമാണ് തനി കച്ചവടക്കാരനായ ട്രംപ് പയറ്റുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ കളിക്കുന്നത് ട്രംപ് അല്ലേ എന്ന സംശയം ന്യായമായും ശക്തമാണ്. നായികയെ ആക്രമിക്കാൻ ഗുണ്ടയെ വിട്ടിട്ട് ആക്രമണ സമയത്ത് ചാടി വീണ് ഗുണ്ടയെ അടിച്ചോടിക്കുന്ന നാലാം തരം സിനിമാ തന്ത്രം തന്നെയല്ലേ ട്രംപിൻ്റേതെന്ന് സംശയിക്കാനും ന്യായമുണ്ട്. ഈ വിഷയമാണെന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ് ആദ്യ പ്രേക്ഷകനായെത്തുന്നത്. ശ്രീ മഹി, ഈ ട്രംപ് ലോകത്തെല്ലായിടത്തും സമാധാനം ഉണ്ടാക്കുന്നു, ഇന്നിപ്പോൾ ഇറാൻ ഇസ്രയേൽ തർക്കത്തിൽ ഞാൻ വെടിനിർത്തൽ സാധ്യമാക്കി രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെടിനിർത്തൽ സാധ്യമാക്കിയെന്ന് പറയുന്നു. ഇറാൻ അത് അംഗീകരിക്കുന്നു. ഇസ്രയേൽ പറയുന്നു അതിനുശേഷവും ഇറാൻ ബോംബ് അവിടത്തേക്ക് മിസൈൽ വർഷിച്ചു എന്ന് പറയുന്നു. ഇറാൻ അത് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അവിടെയെല്ലാം പോയി സമാധാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഇതേ ട്രംപ് തന്നെയാണ് ഈ ഇറാനിൽ 2 ദിവസം മുമ്പ് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അവരുടെ ബങ്കർ ബസ്റ്ററുകളൊക്കെ വർഷിച്ചത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ യുദ്ധമുണ്ടാക്കുന്നതിന് പിന്നിൽ ട്രംപിന്റെ അജണ്ടയുണ്ടോ? നമസ്കാരം സാർ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം കേരളത്തിലുള്ള കാര്യമാണ്. ട്രംപിന്റെ അമേരിക്കന്റെ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ശ്രീ മഹി, നമ്മുടെ തൽക്കാലം ഇന്നത്തെ ചർച്ച ഇതാണ്. മലയാളികളൊക്കെ ഒരുപാട് പേരുള്ള രാജ്യമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. അവിടെയൊക്കെയുള്ള മലയാളികളൊക്കെ ആകെ ആശങ്കയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. ഈ കാര്യം പറയാൻ 1 മണിക്കൂർ വിളിച്ചിട്ട് മൊബൈൽ കംപ്ലീറ്റ് ചാർജ് ചെയ്തു. 1 മണിക്കൂർ 4 മണി തൊട്ട് 5 മണി വിളിച്ചു. ശരി, സംഭവിച്ചു. പക്ഷെ നമുക്ക് ഈ വിഷയമാണെങ്കിൽ സംസാരിക്കാം. ഇതല്ല ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് പോരാ, അതിനെ പറ്റി സംസാരിക്കുകയാണ്. കോൺഗ്രസ് അല്ലല്ല കോൺഗ്രസ് ആ ഇലക്ഷൻ ജയിച്ചുകൊണ്ട് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ് വളരെ വിശദമായ. ശ്രീ മഹി, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ ലോകത്ത് തന്നെ ഇപ്പോൾ സമാധാനത്തിന്റെ നോബൽ സമ്മാനമൊക്കെ പാകിസ്ഥാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ട്രംപിന്റെ പേരാണ്. ഈ ലോകത്തെല്ലായിടത്തും പോയി യുദ്ധമുണ്ടാക്കുകയാണോ ട്രംപിന് എന്നുള്ള സംശയം കൂടി ശക്തമാകുന്ന ഘട്ടത്തിലൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഞാൻ നേരത്തെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ ട്രംപ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ് ഇതിന്റെ എല്ലാ മൂത്തമുറിയും കിടക്കുന്നത്. ഇപ്പൊ ഈയിടെ അത് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മളാളോട് ഒന്നൊരു സ്വകാര്യ സംസാരം. അങ്ങനെ ഇപ്പൊ ഇയാള് ഇത് ചെയ്ത് എന്താ വെച്ചാല് ഇപ്പൊ ആ ഖത്തറില് ദോഹയില് ഈ ഏറ്റവും വലിയ പശ്ചിമേഷ്യയിലെ വ്യോമത്താവളമായ ഇറാൻ അവിടെ കൊടുന്നിട്ട് ഉദയത് വിമാനത്താവളത്തിൽ കൊടുന്ന് ബോംബിട്ടു ഇന്നലെ. അവിടുന്ന് പോരാലോലും ഇവിടുന്നാണ് പോകാനുള്ളവരും ഒക്കെ എന്തിനും പിന്നെ നന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലെ ഇറാഖിലും ഇറാനിലും ബഹ്റൈനിലും UAE-യിലും എല്ലാം നിരന്തരമായി നടന്ന് ആക്രമിക്കും 2 കൂട്ടരെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് പോലെ ഒരു സന്ധി സംഭാഷണം ഉണ്ടായിരുന്നു, ട്രംപ് തന്നെ പറഞ്ഞു ചെയ്തു. അപ്പൊ ഈ ട്രംപിന്റെ ഏക ഒരു കാര്യമാണ് ഈ നെതന്യാഹുവിന് ഈ ട്രംപ് ഈ പങ്ക് ചേർക്കുക. അയാൾക്കാണെങ്കിൽ കുറെ ആളെ കൊല്ലണം എന്നുള്ള നീർച്ചക്കട എത്തിടക്കാണ് നെതന്യാഹു. കുട്ടികളെ ഭക്ഷണം കിട്ടാതെ കൊല്ലുക, കാറിലെ കൊല്ലുക, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതിനൊന്നും പറയാനിരിക്കാനും വേറെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഖത്തറിൽ നിന്ന് ശ്രീ രാജേഷ് വിളിച്ചിരുന്നത്. ശ്രീ രാജേഷ്, താങ്കൾ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു വലിയൊരു ആശങ്ക, വലിയൊരു ഭീതി, അത് താങ്കൾ എങ്ങനെയാണ് നേരിട്ടത്?
തീർച്ചയായും എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്തത് അത്ര ശരിയായിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ നാട്ടിലെ നമ്മുടെ പ്രവാസികളായുള്ള പ്രത്യേകിച്ച് ഖത്തറിലെ എല്ലാ വീട്ടുകാരും ഇന്നലത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല. നമ്മളൊരു കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും പല ചാനലും, നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ മറ്റുള്ള പല ചാനലും മീഡിയ വൺ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഞാൻ മീഡിയ വണ്ണിന്റെ ന്യൂസ് ഇന്നലെ ശ്രദ്ധിക്കേണ്ടായി. അവരൊക്കെ ഈ ഒരു വിഷയത്തെ വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവാസി ഇതിന്റെ ഇടയിൽ നാട്ടിലുള്ള ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത്. അതിനോട് എനിക്കൊരു വിയോജിപ്പ് രാജേഷ്, നമുക്ക് സ്വാഭാവികമായും അത്തരം ഒരു ഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഏത് ചാനലായാലും, ഇപ്പോൾ ഇന്ന ചാനലെന്നല്ല, ഏത് ചാനലായാലും പത്രമായാലും ഒക്കെ ആ ഘട്ടത്തിൽ ആളുകൾ ഭയത്തോട്, ഞങ്ങളെയൊക്കെ ഇന്നലെ എത്രയോ പേരാണ് ഈ ഖത്തറിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് ദൃശ്യങ്ങൾ അയച്ചുകൊണ്ടിരുന്നതൊക്കെ, രാത്രിയിൽ എത്രയോ രാത്രി വരെ ദൃശ്യങ്ങൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആളുകൾക്ക് അത്രത്തോളം ആശങ്കയുണ്ടായിരുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ട കുറെ ആളുകളുണ്ടല്ലോ. അതെ, നേരിട്ട് കണ്ട ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോ ഈ ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് കൈകാര്യം ചെയ്ത രീതി ശരിയാണോ എന്നുള്ളത് അതെ 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 തീർച്ചയായും ബോധപൂർവ്വം ആരും അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് എല്ലാവരും അത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ശരി, തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ശരി, താങ്കൾ കണ്ടോ ഇന്നലെ ഇങ്ങനെ ആകാശത്തുകൂടി മിസൈലുകളൊക്കെ? ഇന്നലെ 7 മണിക്ക് ഞാൻ ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് മൊത്തത്തിൽ ആളുകൾ ചിതറി ഓടുന്ന ഒരു സമീപനം നമ്മുടെ ഓഫീസിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ മിസൈലുകളും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. അത് അവിടെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു 10-15 മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ആശയം നിങ്ങളിപ്പോ ഈ ചർച്ചയ്ക്കെടുത്ത കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. അത് ജനങ്ങളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളതും. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഏത് രാജ്യമായാലും ഈ ഒരു പണ്ട് ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോ സ്വരാജിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. ഞാൻ ആ പോസ്റ്റാണ് ഇന്നലെ കൃത്യമായിട്ട് ഓർത്തത്. അത് സത്യമാണ് എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത്. കാരണം അത് നമുക്ക് വരുമ്പോഴേ നമ്മൾ ആ ഒരു സത്യം എന്താണെന്നുള്ളത് തിരിച്ചറിയും. അത് ഇന്നലെ മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്കിതിൽ ആദ്യമേ പ്രതികരിക്കാനുള്ളത്. നമ്മൾ ആദ്യം ഓർത്തൊരു പോസ്റ്റ് അതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എവിടെയായാലും യുദ്ധം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അങ്ങനെ മലയാളിക്ക് പ്രത്യേകിച്ച് ഏതോ 2 രാജ്യത്ത് യുദ്ധം നടക്കുന്നതിനപ്പുറം വലിയ ആശങ്കകളില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ദിവസം ഖത്തറിൻ്റെ ആകാശത്തേക്ക് മിസൈലുകൾ വർഷിച്ചതോടുകൂടിയാണ് മലയാളികൾക്ക് വലിയ ആശങ്ക വന്നത്. കാരണം അവിടെ ഒരുപാട് മലയാളികളുണ്ട്. നമ്മുടെ ബന്ധുക്കൾക്കോ നമുക്കോ ഒക്കെ അപകടം വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവർക്ക് അപകടം വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു തീവ്രത മനസ്സിലാക്കുന്നത്. അല്ലാത്തടത്തോളം ആളുകൾക്ക് പുറത്തു നിന്ന് അടിച്ചേരെ കൊന്നേരെ എന്നൊക്കെ പറയാൻ, തിരിച്ചടിക്കണം, എല്ലാം നശിപ്പിക്കണം, കൊല്ലണം എന്നൊക്കെ വീരവാദം മുഴക്കാൻ വലിയ എളുപ്പമാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന മനുഷ്യർക്ക് അങ്ങനെയല്ല. അത് ഇന്നലെ കുറേ ആളുകൾക്കെങ്കിലും ഇന്നലെ അത് മനസ്സിലായി കാണും. നമുക്ക് മലയാളികൾക്ക് നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് കൂടി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, ഈ ലോകത്ത് എല്ലായിടത്തും പോയി പ്രശ്നമുണ്ടായി. ട്രംപ് വന്നതിന് ശേഷം ഈ ഓരോ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ട്രംപ് ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഈ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ വിഷയത്തിലായാലും, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലായാലും, ഇറാൻ്റെയും ഇസ്രയേലിൻ്റെ വിഷയത്തിലായാലും ഒക്കെ പൊടുന്നനെയാണ് ഇങ്ങനെയൊക്കെ സംഘർഷം ഉണ്ടാകുന്നത്. അവിടെ എല്ലാം ഇടപെട്ടിട്ട് ഞാനാണ് ഇതെല്ലാം ശരിയാക്കിയതില്ല, എട്ടുകാലി മമ്മൂഞ്ഞ് പറയുന്നത് പോലെ എല്ലാം സമാധാനം കൊണ്ടുവരുന്നത് ഞാനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ പിന്നിൽ ശ്രമിക്കുന്ന ആളും ട്രംപ് തന്നെ അല്ലേ എന്നുള്ള സംശയവും ശക്തമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ നാട്ടിലെ ഒരു അതിർത്തർക്കോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാര് പറഞ്ഞാൽ തന്നെ ആ അതിർത്തർക്കം അവിടെ നിൽക്കും. അത്ര പോലും വില അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല എന്ന് പറഞ്ഞാലേ, ഇയാൾ എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റായി ഇരിക്കുന്നതെന്ന് എനിക്കറിയാത്തത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ തന്നെ അത് വെടി നിർത്തുമെന്ന് ഒരു ഇത് വന്ന സമയത്താണ് ഇയാൾ പറയുന്നത്, ഞാൻ പറഞ്ഞു അവർ നിർത്തിക്കോളും, വ്യാപാര കരാറിന്റെ ഇതിൽ നിർത്തിക്കോളും എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ അത് പറയുന്നു, ഇറാൻ ഇസ്രായേല് യുദ്ധം വെടിനിർത്തൽ നിർത്തും എന്ന് പറഞ്ഞു. എനിക്കറിയാത്ത ഇയാൾക്ക് ഈ അമേരിക്ക ഭരിക്കാൻ തന്നെ യോഗ്യതയുണ്ടോന്നാണ്. കാരണം ഒരു ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞാൽ പോലെ ഇവിടെ കേൾക്കുന്ന ആൾക്കാരുള്ള കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര മാത്രം നാണം കെട്ട ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇറാനിലും ഇസ്രായേലിലും യുദ്ധം നടക്കുമ്പോൾ മലയാളികൾ ഇവിടെ പറയുമ്പോൾ നമ്മളെ ഇവിടെ പ്രേക്ഷകരെന്നെ പറയാറുണ്ട്, അവിടെ നടക്കുന്ന കാര്യം നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പം അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലയാളി താമസിക്കുന്നിടത്തേക്ക് വന്നപ്പം മലയാളിക്ക് പൊള്ളാൻ തുടങ്ങി. അപ്പൊ മറ്റുള്ള രാജ്യത്തുള്ള ജനങ്ങളും നമ്മളെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഇവിടെ മലയാളികൾ ഓർക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കെ നാസറാണ്, മാനന്തവാടിയിൽ നിന്നാണ്. ശ്രീ കെ നാസർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിന്റെ ഇടപെടൽ യഥാർത്ഥത്തിൽ ട്രംപ് ഒരു യുദ്ധക്കൊതിയനെ പോലെയുള്ള ഒരു ഇടപെടലാണോ സമാധാനത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്നത്?
സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. സാർ അങ്ങ് പറഞ്ഞത് കാര്യം വളരെ ശരിയാണ് സാർ. നമ്മൾ പാകിസ്ഥാനും ഇന്ത്യ യുദ്ധം ചെയ്യുന്ന സമയത്തും അന്നും ചർച്ചയ്ക്ക് ട്രംപ് മധ്യസ്ഥയിൽ ആവശ്യമുണ്ടെന്നപ്പം വേണ്ട എന്ന് തള്ളി പറഞ്ഞ ആളാണ് ഞാൻ. അതെ, പറഞ്ഞോളൂ. സാറ് അപ്പൊ സാർ ഇപ്പം പറഞ്ഞ കാര്യം ശരിയാണ് സാർ. അതായത് നമ്മുടെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതിന്റെ മധ്യസ്ഥയിൽ വഹിക്കുന്ന ഒരാള് തന്നെ മറ്റൊരു രാജ്യത്തിൽ പോയി അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല സാർ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിയാണ്. അവരൊക്കെ അവിടെ ഒരുപാട് എന്താ പറയുക ഭീകരാവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാരണം പേടിയും പല ആൾക്കാരും ഫോണുകളിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് സാർ, ഈ ഭീകരാവസ്ഥ ഇന്നത്തെ രാജ്യത്ത് നടക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് പറയാനുള്ളത് സാർ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരണകൂടവും ഇടപെട്ട് ഒരു മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ സമാധാനം ഞാനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അവകാശവാദം ലോകത്തെവിടെയും നടത്തുന്ന ട്രംപ് തന്നെയാണോ ഈ യുദ്ധങ്ങൾക്കെല്ലാം പ്രേരണയാവുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം കക്ഷി ചേർന്ന് ഇതിനെ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ കൂടി ലോകത്താകമാനം ഉയരുന്നുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കിരണിന്റെ ബ്രീഫിങ്ങില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ട് ബ്രീഫ് ചെയ്തിട്ടാ. അത് ബാക്കിയുള്ളവർക്ക് പറയാനൊന്നും ഇല്ലാത്ത വിധത്തിലായി. പിന്നെ എന്തായാലും പറയാം, ഈ ട്രംപ് അല്ല അമേരിക്ക ഇറാഖില് കുളമാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഈ ഉക്രൈനും റഷ്യയായിട്ടുള്ള കാര്യത്തിൽ ട്രംപ് വന്നപ്പോൾ അതിനെയും കൊണ്ട് കുളമാക്കി കൊടുത്തു. അത് യുദ്ധം ഇനി അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. പാകിസ്ഥാൻ ഇന്ത്യയിലെ ബന്ധം ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നോ സെൻട്രൽ ഗവൺമെന്റ് സ്ട്രോങ് ആയി നിന്നോ അത് കാരണം അങ്ങനെ രക്ഷപ്പെട്ടു പോയി. അവരെ കണക്കാക്കിയില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നത് തന്നെയല്ലേ എന്തായിരിക്കും ഇത്? ഫിഷിംഗ് ഇൻ ദി ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞ പോലെയാണ് അയാളുടെ കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാറേ, ഖത്തർ, അതായത് ഇവരെ മിലിറ്ററി ക്യാമ്പിൽ അമേരിക്കയോടുള്ള വെറുപ്പിന് ചെയ്തല്ല ശല്യം ഇന്നലെ പ്രയോഗിച്ച്. അപ്പൊ ഇന്ന് ഏഷ്യാനെറ്റിൽ ഞാനിപ്പോ ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് യുദ്ധം നിർത്തിയിട്ടുണ്ട്, സമാധാനമായിട്ട് രണ്ടാളും കൂടി ഇസ്രയേലും ഇറാനും ചേർന്നുള്ള ആ യുദ്ധം ലോകരാഷ്ട്രങ്ങളുടെ ഇത് അഡ്വൈസിൽ നിർത്തിയെന്നാ പറയുന്നത്. പക്ഷെ എന്തെന്നായത് ഇവര് മനുഷ്യനല്ലേ, ഈ കണ്ണ് ചോരയില്ലാതെ ഒരു മൃഗങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുക, ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ. എത്രയാ നിരപരാധികൾ, 100 വയസ്സ് വരെ നിൽക്കേണ്ട നിരപരാധികളല്ലേ ഭൂമിയിൽ നിന്ന് മരിക്കുന്നത്. എത്ര ബിൽഡിങ്ങാ ഇന്നലെ മെഞ്ഞാന്ന് പറഞ്ഞ പോലെ അത്രയാ ബിൽഡിങ് പോകുന്നു. എന്തെല്ലാം സാമ്പത്തിക നഷ്ടം. മറ്റു രാജ്യത്തെല്ലാം പേടി, ഒരു മാനസികമായിട്ട് ഒരു പേടിയില്ല. മെന്റൽ പവർ പോയാൽ നമുക്ക് എല്ലാ രോഗങ്ങളും നമുക്ക് ശരീരത്തിന് വരൂല. നമ്മളെ പ്രതിരോധ ശക്തിയിൽ ഇമ്മ്യൂണിറ്റി പവറെല്ലാം നശിക്കൂലേ. ശരി ശ്രീ ദിവാകരൻ, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശിവദാസൻ, ഈ നൊബേൽ സമ്മാനം, അത് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനമൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത് ട്രംപിനാണ്. അത് ട്രംപിന് കിട്ടിക്കൂടാഴികയൊന്നുമില്ല. ട്രംപിന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ അധികാരമൊക്കെ വെച്ച് അത് കിട്ടാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധങ്ങൾക്കൊക്കെ പിന്നിൽ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംഘർഷമുണ്ടെങ്കിൽ അവിടെ പോയി ഒരു രാജ്യത്തിൻ്റെ പക്ഷം ചേർന്ന് മറ്റു രാജ്യത്തിൻ്റെ ആസ്ഥാനത്ത് കൊണ്ട് ബോംബിട്ട ശേഷം ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ട ബോംബാണ്, അങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത് സമയങ്ങളിൽ പറയാം. അതായത് അമേരിക്ക ഗൾഫ് കൺട്രി രാജ്യങ്ങളിൽ എല്ലായിടത്തും അവരെ മിലിറ്ററി സേനയുണ്ട്. അതിന്റെ ഈ നമ്പർ 1 ആണ് ഖത്തർ. ഖത്തറാണ് ഏറ്റവും കൂടുതൽ ആയുധശേഷിയും അവർ എല്ലാ ആയുധ കപ്പലുകളും വന്ന് പണ്ടേ 1988 മുതൽ ഇനി ഈ വർഷം വരെ അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാ ഖത്തറിലുണ്ട്, ബഹറിലുണ്ട്. ഞാൻ എന്റെ മക്കൾ, എന്റെ മോളും മരുമോന് പേരെ കുട്ടിഞ്ഞ് പോന്നു. ഇപ്പൊ ഖത്തറിലാണെങ്കിൽ എന്റെ ചേട്ടന്റെ മോളും 2 മക്കളും അവിടെ ജീവിക്കുന്നത്. രാത്രി വിളിച്ചപ്പോഴും അവര് ആ മൊബൈലിൽ വിളിച്ചപ്പോൾ എന്താ പറയാൻ പോലും പറ്റുന്നില്ല, അത്ര ഭയന്നിട്ട. പിന്നെ അമേരിക്കൻ ട്രംപ് നോബൽ സമ്മാനം കൊടുക്കാൻ ഈ ലോകത്തിന്റെ പ്രസിഡന്റായിട്ട് നിന്ന് കാണുന്ന ഈ ട്രംപിനെ അംഗീകരിക്കുന്ന ലോകരാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയൊക്കെ ഇത് മനസ്സിലാക്കണം. അതിനുപരിയായിട്ട് തന്നെ ജനങ്ങൾക്ക് യുദ്ധം വേണോ എന്ന് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി നിന്ന് ശശി തരൂർ എല്ലാവരും കൂടി കുറെ പഠിക്കാൻ വേണ്ടി പോലെ യുദ്ധത്തിന് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ രാജ്യങ്ങളിൽ പോയല്ലോ. അതേപോലെ എല്ലാ രാജ്യക്കാരും കൂടി യുദ്ധം ആവശ്യമുണ്ടോ ലോകത്തിന് എന്നുകൂടി ചർച്ച മനസ്സിലാക്കി
ലോകരാഷ്ട്രങ്ങൾ സഭയിൽ വെച്ചു ചർച്ച ചെയ്ത് മാറ്റണം. കാരണം നേരത്തെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം തന്നെയാണ് അത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതിന് മുൻകൈ എടുക്കണം, അത്തരം ചർച്ചകളൊക്കെ നടക്കണം. യുദ്ധം ലോകത്തിൽ ഒന്നിനും പരിഹാരമല്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ട്രംപ് ലോകത്തെല്ലായിടത്തും എന്തുണ്ടായാലും ഞാനാണ് അവിടെയെല്ലാം ഇടപെട്ട് സമാധാനം ഉണ്ടാക്കുന്നതെന്ന് പറയുകയും അവിടെയെല്ലാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഒരേ സമയം തന്നെ. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, അവിടെ ഇറാനുമേൽ ബോംബ് വർഷിച്ച ശേഷമാണ് ട്രംപ് പറയുന്നത് ഇത് സമാധാനത്തിൻ്റെ ബോംബാണ്, അവർ ഇടുന്നതെല്ലാം സമാധാനത്തിൻ്റെ ബോംബ്, മറ്റുള്ളവർ ഇടുന്നതെല്ലാം തീവ്രവാദത്തിൻ്റെ ബോംബ്. ഇതെങ്ങനെയാണ് ഈ തിയറി ശരിയാവുന്നത്? നമസ്കാരം. നമസ്കാരം. നമ്മുടെ പുള്ളിക്കാരൻ ഇന്ന് മാപ്പ് പറയാൻ രക്ഷപ്പെട്ടു പോകട്ടോ. കിരൺ പിടിക്കേണ്ടതായിരുന്നു. വിട്ടു പോട്ടെ, അറിയില്ല. ഇതിപ്പോ എന്നാന്ന് വെച്ചാല് ഇത് നമ്മള് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ ട്രംപിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. ഇതല്ലേ പാകിസ്ഥാൻകാര് അവാർഡ് കൊടുക്കണം, പുള്ളിയെ ഏറ്റവും വലിയ ആളാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയില്ലേ പാകിസ്ഥാൻകാര്? പാകിസ്ഥാന്റെ വിളിച്ചു വിരുന്ന് കൊടുത്താണ്. വിളിച്ചു വിരുന്ന് കൊടുത്തിട്ട് എന്നാ പുള്ളി പറഞ്ഞേ? സമാധാനത്തിന് പുരസ്കാരം പുള്ളിക്ക് കൊടുക്കണമെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ട്രംപിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നമ്മൾ ട്രംപിനെ സ്വന്തക്കാരനാന്ന് പറഞ്ഞ് കൊണ്ടിടക്കല്ലേ? പക്ഷെ എന്നിട്ട് ട്രംപ് നമ്മുടെ കുഴപ്പമല്ലല്ലോ. അല്ല, നമ്മളിവിടെ കൊണ്ടു നടക്കുന്ന ആരാ? പ്രതിപക്ഷമല്ലേ പറയുന്നത്? പ്രതിപക്ഷമല്ലല്ലോ ട്രംപിനെ കൊണ്ടു നടക്കുന്നത്. അല്ല, ട്രംപിനെ തന്നെയല്ല കൊണ്ടു നടക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ രാജ്യത്തും പോകുന്നുണ്ട്. അതിന്റെ ഗുണങ്ങളാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതാ ചോദിച്ച, പ്രതിപക്ഷമല്ലല്ലോ മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് കൊണ്ടു നടക്കുന്നത്. അല്ല, അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിന്റെ ഗുണമാണ് കിട്ടുന്നത്. പാകിസ്ഥാന്റെ സൈന്യ മേധാവി വിളിച്ച് വിരുന്ന് കൊടുക്കുന്നു, പാകിസ്ഥാന്റെ ഒപ്പം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിന് തൊട്ട് ശേഷമല്ലേ ഇപ്പൊ ഈ കൊടുത്തത് ഇറാനിട്ട്? അവിടെ പോയി പറഞ്ഞത് എന്നാന്ന് ആർക്കറിയാം? അതിന് ശേഷം തൊട്ട് ശേഷമാണല്ലോ ഇറാനിട്ട് കൊടുത്തത്. പാകിസ്ഥാൻകാരൻ നല്ല കാര്യമാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, നല്ല കാര്യമൊന്നല്ല പറഞ്ഞു. ഇപ്പൊ തന്നെ ഇറാൻ കാണിച്ചുകൊണ്ടോ നമ്മൾ വെടി നിർത്തല് പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ ഇന്ന് വീണ്ടും തുടങ്ങിയത്? വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം അവർ മിസൈൽ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അവരെല്ലാം ആക്രമണം തുടങ്ങിയത്. ആക്രമണം തുടങ്ങിയത് ഇസ്രായേലല്ലേ? അവരങ്ങനെയല്ലേ പറയത്തുള്ളൂ. അവരെല്ലാം ചുമ്മാ ഇരുന്ന് ഇസ്രായേലിൽ ആക്രമണം തുടങ്ങിയത് എന്തായാലും ഇറാനല്ലല്ലോ, ഇസ്രായേലല്ലേ ആക്രമണം തുടങ്ങിയത്. ആര്? ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന്റെ ബാക്കിയല്ലോ ഇപ്പോൾ ആക്രമണം തുടങ്ങിയത് ഇസ്രായേലല്ലേ? അതെങ്ങനെയാ ഇപ്പോഴോ? പിന്നെ ആരാണ് ആക്രമണം തുടങ്ങിയത്? ഇപ്പൊ ആരാ ആക്രമണം തുടങ്ങിയത്? ഹമാസിന് അനുകൂലമായിട്ട് ഇവന്മാർ നിന്നുകൊണ്ട് ചൊറിയാൻ പോയിട്ടല്ലേ ഈ കുഴപ്പമില്ല ഉണ്ടായത്. ശരി, താങ്കൾക്ക് കടുത്ത താങ്കളുടെ ആശയം അങ്ങനെ, അതുകൊണ്ട് താങ്കൾക്ക് അത് പറയാം, കുഴപ്പമില്ല. ശരി. അല്ല, പറഞ്ഞതല്ല, അതായത് സത്യം അതാ. നമ്മളിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെ, ട്രംപിനെ വല്ലാതെ അങ്ങ് അനുകൂലിക്കുമ്പോൾ ട്രംപ് ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയോട് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഈ രാജ്യത്തെ കുറിച്ച് കൂടി ഒരു ഓർമ്മ ഉണ്ടായിരിക്കും. നല്ലതാണ്. നമ്മളും ഇപ്പൊ ട്രംപ് തന്നെ ഇരിക്കും. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ട്രംപ് നമ്മൾ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മളുമായിട്ട് വളരെ പറഞ്ഞത് ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തലവനെ വിളിച്ചാൽ നല്ലത്, പക്ഷേ ഒരു രാജ്യത്തിന്റെ കരസേനാ മേധാവിയെ ISA മേധാവിയെ ഒന്നും വിളിച്ച് അത് ഔദ്യോഗിക വസതിയിൽ വിളിച്ച് വിരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ തമ്മിലാണ് സൗഹൃദം എന്ന് തന്നെയല്ലേ? അപ്പൊ ഇന്ത്യയിലൊക്കെ ചെയ്തതെല്ലാം നല്ല കാര്യം, നിങ്ങൾ നല്ല മിടുക്കന്മാർ എന്നല്ലേ അതിനർത്ഥം? ട്രംപല്ലേ വിളിച്ച് പാകിസ്ഥാൻ മേധാവിയെ വിളിച്ചു കൊടുത്ത, നമ്മളല്ലല്ലോ. അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ ആ ട്രംപിനോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് കൂടി അറിയണമല്ലോ. അപ്പൊ ട്രംപിനെ താങ്കൾ എപ്പോഴും നിരന്തരം അനുകൂലിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാകിസ്ഥാൻ മേധാവിയെ വിളിച്ച് ട്രംപ് വിരുന്ന് കൊടുത്തതിന് തൊട്ടു പുറകെയാണല്ലോ ഇറാനിട്ട് കൊടുത്തത്. അപ്പൊ ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ട്രംപ് ഒരേ സമയം സമാധാനത്തിന്റെ വക്താവാണെന്ന് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മറുഭാഗത്ത് നിന്ന് യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ട് അത് എങ്ങനെ വഷളാക്കാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പിന്നെ ഈ അമേരിക്ക അവരുടെ ആയുധം ചെലവാക്കാൻ വേണ്ടിയാണ് പണ്ട് മുതൽ. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ രാജ്യത്തിലും കയറി ഇടപെടുകയും അവരുടെ ആയുധം ചെലവാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഒരു രാജ്യത്തോടും അവർക്ക് സ്നേഹമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പനെ കാണുന്നത്? അയാൾ നല്ല മനുഷ്യനാണ്. അയാളാണ് യഥാർത്ഥ കച്ചവടക്കാരനെന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ്. ഈ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങണമെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ TV പരസ്യം കാണിക്കുന്നില്ലേ? ഇവിടെ കുളിക്കുന്ന സോപ്പിന്റെ പരസ്യം കാണിക്കുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം പരസ്യങ്ങൾ TV ഞാനും ഇപ്പൊ കണ്ടോണ്ടിരിക്കണ ഇടയ്ക്ക് നിങ്ങൾ എന്തെല്ലാം കാണിക്കുന്നത്? ഇത് എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ചാലല്ലേ എന്റെ പൊന്നെ ഭാഷ ഇത് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? എനിക്ക് വാങ്ങിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിയണ്ടേ? അതിന് ഇതുപോലുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ പ്രതികരണ ശേഷി കുറഞ്ഞ രാജ്യങ്ങളിൽ ചെന്ന്
പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇറാനിൽ വന്നപ്പോൾ സ്വല്പം ഒരു കടുത്ത്, അല്ലാതെ പിന്നെ ഇറാൻ എന്ന് പറഞ്ഞാൽ അത് ആഗ്രഹിച്ചാണ് ഈ പറയുന്ന കുറെ വ്യക്തികൾ കുറച്ചുനാൾ മുമ്പ് വരെ ഈ ഇറാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇറാൻ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒരുപാട് ഉടമ്പാടികൾ ഒപ്പുവെച്ച് ഇങ്ങനെ വരെയായിരുന്നു. എല്ലാ വിരോധങ്ങളും മാറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇറാനാണ് അത് ദോഷമെന്ന് ഇറാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹമാസിനെ പറഞ്ഞു വിട്ട് ആ ഉറയെ കിടന്നവരെ എല്ലാത്തിനെയും കൂടെ കുറെ എണ്ണത്തിനെ കൊന്ന് കുറെ എണ്ണത്തിനെ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയം വരുമായിരുന്ന. അന്ന് ആദ്യം അടിക്കേണ്ടത് ഇറാനായിരുന്നു, അത് അവർക്കറിയാം. പക്ഷെ അന്ന് അവരത് ചെയ്തില്ല. കാര്യം അവർക്ക് കൊടുത്ത ആ അടി തിരിച്ചു കൊടുത്തിട്ട് അവസാനത്തെ അടി ഇറാന് കൊടുക്കുമെന്നുള്ളത് എന്നെ പോലുള്ളവനറിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കേരളത്തില് ഇവിടെ ഒരു ഇലക്ഷൻ വരുമ്പം പിന്നെ മലപ്പുറം ജില്ലയിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ തെമ്മാടി രാഷ്ട്രം ഇസ്രായേൽ, കോട്ടയത്ത് ചെല്ലുമ്പം പിന്നെ ഉടനെ നേരെ കൊണ്ട് തിരിയും. എവിടെയാണ് കോട്ടയത്ത് നിന്ന് ആരാണ് തിരിഞ്ഞത്? ഇവിടെ കോട്ടയത്ത് തിരിഞ്ഞില്ലെങ്കിൽ ഇപ്പം പിന്നെ അടുത്ത കോട്ടയത്ത് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കേട്ടോ. അല്ല, ഇത് എവിടെയാണ് അങ്ങനെ ഒരു തിരിഞ്ഞൊരു വർത്തമാനം? ഇസ്രായേലിനെതിരെ അല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മൾ പറയുമ്പോൾ ഇസ്രായേലിനെതിരെ അല്ലാതെ താങ്കൾ പറഞ്ഞ തെമ്മാടി രാജ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയോ പിണറായി വിജയനോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളോ ആരെങ്കിലും ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയാം, തെമ്മാടി രാഷ്ട്രം എന്നാണ് വിളിച്ചത്. അല്ല, അത് ഞാനതാ ചോദിച്ചത്, അതിന് മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അവര് ചൊറിയാൻ പോയത് നേരത്തെ മുമ്പ് ഉണ്ണികൃഷ്ണൻ താങ്കൾ പറഞ്ഞത് എന്താണ്? താങ്കൾ പറഞ്ഞത് അവിടെ മലപ്പുറത്ത് പോകുമ്പോൾ അങ്ങനെ പറയും, കോട്ടയത്ത് വരുമ്പോൾ മറിച്ച് പറയും എന്നല്ലേ പറഞ്ഞത്? കോട്ടയത്തോ എവിടെയോ ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ ആ പിണറായി വിജയന്റെ പാർട്ടിയിലെ നേതാക്കളോ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമയം വരെ എത്രയോ കാലമായിട്ടുള്ളതാണ്. പിന്നീട് അവിടെ പോയാൽ ഇങ്ങനെ പറയും, ഇവിടെ പോയാൽ ഇങ്ങനെ പറയും എന്ന് പറയുന്നത് അത് അഭിപ്രായം മാറ്റി മാറ്റി പറയുമെന്ന് താങ്കൾ പറഞ്ഞത് തെറ്റല്ലേ? ഞാൻ പറഞ്ഞ ഭാഗത്തോട്ട് താങ്കൾ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞ ശ്രീ ഉണ്ണികൃഷ്ണൻ അത് ബോധ്യപ്പെടുത്തണം. അത് ഇങ്ങനെ ഒരു രണ്ട് ഉദാഹരണം കാണിക്കാൻ, ദാണ്ട ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചവർ ദാണ്ട മറ്റേ സ്ഥലത്ത് പോയി പലസ്തീനെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പലസ്തീനെ മറ്റൊരു പേര് വിളിച്ചു, അങ്ങനെ എവിടെയെങ്കിലും കാണിക്കാനുണ്ടോ താങ്കൾക്ക്? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ ഇന്നലെയൊക്കെ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ പലരെയും ഇവിടെ പിന്നെ അവസരവാദം പോലെ സംസാരിക്കുന്നവരെയാണ് ഞാൻ ഉദാഹരണം പറയൂ. ഉദാഹരണോട് ഞാൻ ഇന്നലെ ശരി, ഓക്കെ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്തായാലും ആലോചിക്കൂ. അങ്ങനെ ഒരു നമ്മളൊരു ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും പറയാനൊരു ഉദാഹരണമെങ്കിലും വേണം. അല്ലാതെ ഇന്ന് അവിടെ ഇത് പറയും നാളെ മറ്റേത് പറയും എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് പറയാനൊരു മറുപടി വേണം. മറുപടി ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇതൊക്കെല്ലാം പറയാം. അല്ലാതെ വെറുതെ അന്തരീക്ഷത്തിൽ നിന്നൊരു ആരോപണം ഉന്നയിക്കരുത്. അതും താങ്കൾ പറഞ്ഞതിൻ്റെ ധ്വനി അത്ര സുഖമുള്ള ധ്വനി ആയിരുന്നില്ല താനും, അത് മോശം ധ്വനിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ഇത് ചോദിക്കുന്നത്. സി കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. സി കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപ് ഇപ്പോൾ ലോക സമാധാനം മുഴുവൻ ഉണ്ടാക്കുന്ന ട്രംപാണ്, അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം എല്ലായിടത്തും പോയി അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോൾ അവകാശവാദം ഇനി പൊളിഞ്ഞോ പൊങ്ങിയോ എന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാറേ. നമുക്കിപ്പം ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞോണ്ടിരിക്കും, ഞാനെന്നല്ല ഇപ്പൊ അറിയാവുന്ന ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അമേരിക്കയുടെ സ്വഭാവം. കാരണം വെച്ചാൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ രാജ്യത്തെ നശിപ്പിച്ചിട്ട് അവന് കിട്ടാവുന്ന അത്രയും ഊറ്റിക്കൊണ്ട് അവൻ പോവുക. അതിനാണ് അവൻ സ്നേഹിക്കുന്നത്. പിന്നെ ഈ നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ബ്രിട്ടീഷ് അന്നേരം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ള വിത്ത് ഇവിടെ പാകിയിട്ടുണ്ടെന്ന്. അതാണ് ഇപ്പോഴും മനസ്സിന്റെ ചില മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും ഈ വർഗീയപരമായിട്ടുള്ള വേർതിരിവ്. അത് നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഏത് മതമായാലും നമ്മൾ ഇന്ത്യക്കാരാണ്. പിന്നെ ഈ ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു, പക്ഷെ അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ അത് ഒഴിവാക്കി. അദ്ദേഹം ആ സമയത്ത് അവിടെ ചെന്നിരുന്നെങ്കിൽ ആ സമയത്തായിരുന്നു പാകിസ്ഥാൻ കരസേനാ മേധാവിയെ വിരുന്നിന് ക്ഷണിച്ചതും. അതാ പറഞ്ഞ ഇപ്പം തന്നെയാണ് ആ ക്ഷണം നിരസിച്ചത്. അല്ലെങ്കിൽ വഴിവെച്ചല്ലോ ഒരു പ്രധാനമന്ത്രിയെയും ഒരു രാജ്യത്തിന്റെ തലവനെ ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് പോകുമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത്. അപ്പൊ അത്രയ്ക്കുള്ള ബോധമുള്ള പുള്ളിയുടെ ഇതില് മനസ്സിലായി. ഇപ്പൊ നമ്മൾക്കറിയാം പുള്ളി അത് കളിക്കുന്നതാണ്, പുള്ളിയുടെ രാഷ്ട്രീയമാണ്. അതെ അതെ അതെ. അപ്പം ഇപ്പൊ നമ്മൾ പറയുമ്പോ ആ രീതിയിലേ പറയത്തുള്ളൂ. ശരി, ഓക്കെ, വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിനാസ് മുഹമ്മദ് പറയുന്നു ബോംബ് അല്ലടോ മിസൈൽ എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻട്രോയിൽ ബോംബ് എന്ന് പറഞ്ഞതിനായിരിക്കും. ഞാൻ ബോംബ് എന്ന് ആ തുടക്കത്തിൽ പറഞ്ഞത് ഒരു അമേരിക്ക ഇട്ടാൽ ബോംബ് സമാധാന ബോംബെന്നും മറ്റ് രാജ്യങ്ങൾ ഇട്ടാൽ അത് തീവ്രവാദ ബോംബ് എന്ന അർത്ഥത്തിലാണ്. അത് ബോംബായാലും മിസൈലായാലും വെടിയായാലും മറ്റ് എന്ത് കാര്യമായാലും ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ ജയകുമാർ, നമസ്കാരം. ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഉച്ചിയിൽ പറ്റുമെങ്കിൽ ഇറാൻ ഒരു ബോംബിട്ടാൽ വളരെ നന്നായിരുന്നു എന്ന് പറയുന്നു.
ശ്രീ ജയകുമാർ, യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടാൽ, ഏതെങ്കിലും അമേരിക്കയുടെ ഒരു കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞയാളാണ്. കഴിഞ്ഞ ദിവസം ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ ബോംബിട്ട ശേഷം പൊടുന്നനെ വന്നിട്ട് ഞങ്ങൾ സമാധാനം പ്രഖ്യാപിക്കുകയാണ്. ഇറാൻ പറഞ്ഞത് ഇവരെല്ലാം പറയുന്ന അവകാശവാദം ശരിയാണോ എന്നറിയില്ല. ട്രംപ് പറയുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്ത് ബോംബിട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ബോംബിടാൻ സംഭവിച്ചോ എന്നുള്ള ചോദ്യം ഒന്ന്. രണ്ടാമത് ഇറാൻ പറയുന്നു ഞങ്ങളോട് യാചിച്ചു എന്ന് പറയുന്നു. ട്രംപ് ഇത് അവസാനിപ്പിക്കണമെന്ന് യാചിച്ചു എന്ന് ഇറാൻ പറയുന്നു. ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നൊക്കെ പിന്നീട് നമുക്കറിയാം. എന്തായാലും അമേരിക്ക നേരത്തെ പറഞ്ഞ വീരവാദത്തിൻ്റെ തുടർച്ച എന്തായാലും പിന്നീട് ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. സിബിൽ CM പറയുന്നു സംസാരിക്കാൻ സമ്മതിക്കുക എന്ന് പറയുന്നു. സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നില്ല, ആരെയും സമ്മതിക്കാതിരുന്നില്ല ശ്രീ സിബിൻ. മറ്റു ചില സ്മൈലിയും കാര്യങ്ങളുമൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ട്രംപിന് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്നവരെ വേണം പറയാൻ. ഇറാൻ കണ്ടോ, അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു എന്ന് ഷിബിൽ CM പറയുന്നു. അതോടൊപ്പം തന്നെ ഗ്ലാഡിയേറ്റർ പറയുന്നു അമേരിക്കൻ സൈനിക സംവിധാന സംരക്ഷണം നേരിട്ട് സ്വീകരിക്കുന്ന അറബി രാജ്യങ്ങളാണ് അമേരിക്കയെ ലോക പോലീസാക്കുന്നത്. അതും ഒരു ശരിയാണ്. അത് ഗ്ലാഡിയേറ്റർ പറഞ്ഞ അഭിപ്രായത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. പല അറേബ്യൻ രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് ഇപ്പോൾ ഈ ഇറാന് ചുറ്റും തന്നെ 19 കേന്ദ്രങ്ങളാണ്, അമേരിക്കൻ കേന്ദ്രങ്ങളാണ് വിവിധ രാജ്യങ്ങളിലായി ഉള്ളത്. അവിടെയൊക്കെ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായം ഇവർ തേടുന്നുണ്ട്. അനന്തരം അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിലെല്ലാം. ട്രംപിന് ഒരേ വാചകം തന്നെയാണ്. ഈ 4 അറബി രാജ്യങ്ങളാണല്ലോ ലോകം ഭരിക്കുന്നതെന്ന് ഷിബിൽ CM, അത് മനസ്സിലായില്ല. ട്രംപിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന രാജ്യങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ ആ രാജ്യങ്ങളുടെ ഭരണാധികാരിയുടെ തലയിൽ കളിമണ്ണാണോ എന്ന് മോഹനൻ ES ചോദിക്കുന്നു. ഭരണാധികാരിയുടെ തലയിൽ കളിമണ്ണായതുകൊണ്ട് മാത്രമാവില്ല, അധികാരവും ശക്തിയും ഒക്കെ ഉള്ള ഒരു ഗുണ്ട വന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്തൊക്കെ ആളുകൾ ബുദ്ധിപരമായും തന്ത്രപരമായും അനുസരിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും ചിലർ അവരുടെ സഹായം തേടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയൊക്കെ. ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരും ഒക്കെ കടന്നു കയറിയ സമയത്തെ നമ്മുടെ നാട്ടുരാജ്യങ്ങളൊക്കെ സ്വീകരിച്ച നിലപാടുകൾ ആലോചിച്ചാൽ അതെല്ലാം ഇതിൽ കാണാൻ കഴിയും. മറ്റൊന്ന്, മണ്ടത്തരം പറയാൻ സമ്മതിക്കും, അല്ലാത്തവരെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അത് സിബിലിൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണ്. സിബിലിന് അത് ഏതാണ് മണ്ടത്തരം എന്നൊക്കെ തോന്നിയെങ്കിൽ അങ്ങനെ താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. തീർച്ചയായും ട്രംപാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഇനി എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയാൽ നന്നത്. രഘുനന്ദനൻ തിരുവല്ലാമാരൻ പറയുന്നു ഇറാൻ വിതച്ചത് കൊയ്യുന്നു. 5000 റോക്കറ്റ് ഇസ്രയേലിന് ഇറാൻ തൊടുത്തത് ഇറാനാണെന്ന് എല്ലാ പൊട്ടന്മാർക്കും അറിയാവുന്ന ന്യൂ തിങ്കർ പറയുന്നു. ഇറാനിലൊന്ന് ചൊറിയാൻ നോക്കി, അവൻ നല്ലോണം കണക്കിന് കൊടുത്തു, ഇപ്പോൾ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഷാജി കടിയാമ്പറമ്പിലാണ്. എന്നാലും നമുക്ക് ബാലകൃഷ്ണൻ വടകരയിലേക്ക് പോകണം. ശ്രീ ബാലകൃഷ്ണൻ, ഈ ട്രംപ് ഒരേ സമയം തന്നെ ഞാൻ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണെന്ന് പറയുകയും ഒരേ സമയം യുദ്ധങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുകയും പലപ്പോഴും ഈ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായ പല ആക്രമണങ്ങൾക്ക് കാര്യത്തിലുമൊക്കെ ട്രംപിൻ്റെ ഇടപെടൽ സംശയാസ്പദം കൂടിയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. ട്രംപ് യുദ്ധം കൊതിയനാണ് സാർ. ട്രംപ് പല പ്രാവശ്യം ഇന്ത്യയിലെ പാകിസ്ഥാനും യുദ്ധം അവസാനിച്ച് ട്രംപ് പറഞ്ഞിട്ടാണ് വീരവാദം കളിക്കില്ലേ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളത് പാടി നടന്നില്ലേ. ട്രംപിന് ആരാ സാർ വില വെക്കാൻ പോകുന്നത്? നരേന്ദ്രമോദി പോയോ? പിന്നെ സാറ് നേരത്തെ വിമർശിക്കുന്നത് കേട്ടു, അവിടെ പോയി ഇത് പറഞ്ഞു, ഇവിടെ പോയി ഇത് പറഞ്ഞു. പിണറായി വിജയൻ എന്താ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ് ഇസ്രായേൽ തമ്മാടി രാഷ്ട്രമാണ്, പാകിസ്ഥാൻ തമ്മാടി രാഷ്ട്രമെന്ന് പറയാൻ ധൈര്യമുണ്ടോ പിണറായി വിജയന്? സാർ ആ പ്രതികരിച്ച പ്രേക്ഷകനോട് വളരെയധികം. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, താങ്കളോടും ചോദിക്കാം. ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും നേതാക്കളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. ഇസ്രായേലിനെ അനുകൂലിച്ചല്ലോ, ഇസ്രായേൽ തമ്മാടി രാഷ്ട്രമാണ്. അതാണ് പറഞ്ഞത്. അതിന് മറിച്ച് അയാൾ പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മലപ്പുറത്ത് പോയി പറയും ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്ന്, കോട്ടയത്ത് പോയി തിരിച്ചു പറയുമെന്ന് പറഞ്ഞ. ഞാനതാ ചോദിച്ചത്, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. എന്റെ അറിവിൽ കണ്ടിട്ടില്ല. എന്റെ അറിവ് കുറവ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിനെന്താ സർ, സ്വന്തം മാതൃരാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാൻ തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ? മലപ്പുറത്ത് പോയിട്ട് അതെന്തിനാണ് ഇപ്പൊ അങ്ങനെ വിളിക്കേണ്ട കാര്യം? എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ഇപ്പൊ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ CPM ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ഒക്കെ എടുത്ത നിലപാടെന്താണ്? ഇന്ത്യക്കൊപ്പം ഉറച്ചിക്കല്ലേ ചെയ്തത്? സാർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് താങ്കൾ എന്തിന്റെ പേരിലാണ് താങ്കൾ ഈ ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് രാജ്യസ്നേഹമില്ലെന്ന്? ഈ രാജ്യസ്നേഹമൊക്കെ ഉള്ള ഒരുപാട് പാർട്ടിക്കാർ ഭരിച്ചിട്ടാണ് ഇപ്പോൾ താങ്കളുടെ പാർട്ടിയൊക്കെ അധികാരത്തിൽ വന്നത്. അതിനു മുമ്പ് ഒരുപാട് പേര് നാട് ഭരിച്ചാണ്. ഇന്ത്യയിൽ നിൽക്കുന്ന എല്ലാ പാർട്ടികൾക്കും ഇന്ത്യക്കാരിൽ തന്നെ നിൽക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യസ്നേഹം ഒന്നും ഒരു പാർട്ടിക്കാരനെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിലപാടൊന്നും ഇന്ത്യയിൽ ഒരു പാർട്ടിക്കാരും എടുത്തിട്ടില്ല. ഇന്ത്യക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഓരോ പാർട്ടിക്കാർക്കെതിരെ താങ്കൾ പാകിസ്ഥാൻ അനുകൂലിയാണെന്നുള്ള വാദം ഇടയ്ക്കിടയ്ക്ക് ഏത് വിഷയം വന്നാലും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ താല്പര്യം കാണും.
താങ്കൾക്ക് ഇന്ത്യക്കകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം താല്പര്യം കാണും, അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറ് പ്രഷർ കൂടുതൽ ഞാൻ പറയുന്നത് കേൾക്കാമോ? താങ്കൾ പറഞ്ഞോളൂ. UDF നേതാവ് KM ഷാജി നിലമ്പൂരിൽ പോയിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ എന്താണ് സ്വരാജ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞത് ഇനി സൗദി അറേബ്യ തന്നെയായാലും ഈ ആക്രമണം ഇന്ത്യ ചെയ്തത് ഈ യുദ്ധം ശരിയാണെന്നാ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ ഇത്ര ചൊറിച്ചിൽ, താങ്കൾക്ക് എന്താ ഇത്ര ചൊറിച്ചില്? കമ്മ്യൂണിസ്റ്റുകാർ എവിടെയാണ് ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാട് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘടനത്തിൽ സ്വീകരിച്ചത്? താങ്കളൊരു ഉദാഹരണം പറയൂ. കമ്മ്യൂണിസ്റ്റുകാർ ഒളിഞ്ഞു തെളിഞ്ഞു ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന താങ്കളൊരു ഉദാഹരണം പറയൂ. ഉദാഹരണം എത്ര ഒരെണ്ണം പറഞ്ഞോ, ഒറ്റ ഒരെണ്ണം പറയൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ച സുലൈമാൻ സേട്ടുവിന്റെ INL കൂട്ടുപിടിച്ച പാർട്ടിയാണ് CPIM. അങ്ങനെയൊക്കെ പറയാം. ചരിത്രം പറയാനാണെങ്കിൽ അതിലും കൂടുതൽ ചരിത്രം ഈ മറ്റേ താങ്കളുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയേണ്ടി വരും ആളുകൾക്ക്. അത്തരം ചരിത്രമൊക്കെ പറയേണ്ടി വരും. സ്വാതന്ത്ര്യ സമര കാലം മുതലുള്ള ചരിത്രം പറയേണ്ടി വരും. സ്വാതന്ത്ര്യ സമര കാലത്ത് എന്തായിരുന്നു പാർട്ടി സ്വീകരിച്ച നിലപാടെന്നൊക്കെ പറയേണ്ടി വരും. അത്തരം കാര്യങ്ങളല്ല, പുതിയ കാര്യമാണ് ചോദിച്ചത്. ആ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാൻ സമയവും തരാം. INL ഒക്കെ അവിടെ കിട്ടും, അതാ ഞാൻ പറയാം. അത് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലം പോലെ പറയേണ്ടി വരും എന്ന് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ കാര്യം താങ്കൾ പറഞ്ഞത് പാകിസ്ഥാനും ഇന്ത്യയുമായി സംഘർഷമുണ്ടായ സമയത്ത് ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചു, പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചു എന്നല്ലേ പറഞ്ഞത്? അതിന് ഒരു ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. താങ്കളെ ചോദിച്ചത് മാത്രം പാകിസ്ഥാൻ സമ്മാന രാഷ്ട്ര. താങ്കൾ ഇതിന് ഉദാഹരണം പറയൂ. താങ്കൾക്ക് ഒരു ഉദാഹരണം പറയാനില്ല, വെറുതെ അപവാദങ്ങൾ പറയാം. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന കാര്യങ്ങൾ എടുത്തിട്ട് വിളമ്പുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഏത് വിഷയം വന്നാലും ശ്രീ ബാലകൃഷ്ണൻ വടകരയുടെ പ്രധാനപ്പെട്ട ജോലി കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇവിടുത്തെ കുറെ പാർട്ടിക്കാരെല്ലാവരും അവരെല്ലാവരും ഇന്ത്യക്കെതിരാണ്, പാകിസ്ഥാനും. എനിക്ക് സംശയമുണ്ട് താങ്കൾക്ക് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ വിരോധമുണ്ടോ എന്ന് സംശയമുണ്ട്. താങ്കൾ നിരന്തരം ഇത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ സംസാരം കേട്ടപ്പോൾ 26 എണ്ണത്തിന്റെ പേര് കുഴപ്പമിട്ട് പാകിസ്ഥാൻ സമ്മാന രാഷ്ട്രമല്ലേ? അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. അതാണ് വിഷയം. പാകിസ്ഥാൻ സമ്മാന രാഷ്ട്രം ഏത് വാക്ക് ഏത് രാജ്യത്തിനെതിരെ വിളിക്കണമെന്നുള്ളത് ഓരോ പാർട്ടി നേതാക്കളല്ലേ തീരുമാനിക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ചു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, പോട്ടെ CPM ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചോ? താങ്കളും രാഷ്ട്രവിരുദ്ധനാ. പാകിസ്ഥാൻ സമ്മാന രാഷ്ട്ര. താങ്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. താങ്കളുടെ നിരന്തരമായ അജണ്ട ഇത് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഉദാഹരണം താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതിയാണ് സമയമടക്കം തന്നത്. താങ്കൾക്ക് പക്ഷേ ഒരു ഉദാഹരണം പോലും എടുക്കാനില്ല. കാരണം അത്തരം ഒരു ഉദാഹരണം എന്റെ ഓർമ്മയിൽ എന്തായാലും ഇല്ല. ഇന്ത്യയിലെ ഈ അടുത്ത കാലത്താണ് സംഭവമാണ്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ നിലപാടിൽ ഇന്ത്യക്ക് അനുകൂലമായല്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഐക്യത്തോടു കൂടിയാണ് നിന്നത്. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാണ്. ആ മാതൃകയാണ് താങ്കൾ ഇപ്പോൾ കുത്തിത്തിരിപ്പാക്കാൻ ശ്രമിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ജയനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇത്തരം ഇടപെടലുകളെ വിലയിരുത്തുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. സാർ സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിരുന്നു തനി കച്ചവടക്കാരൻ. ഞാൻ ആ വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. തനി കച്ചവടക്കാരനാണ് ട്രംപ്. ലോകത്തിലെ യുദ്ധോപകരണങ്ങൾ വിൽക്കുന്ന ഏറ്റവും കൂടുതൽ എതിർക്കേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ ചെറിയ ചെറിയ കക്ഷി രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ ഈ ചർച്ചയെ വളരെ ഗൗരവമായ ചർച്ചയെ മലീമസമാക്കുക ശരിക്കും ചെയ്യുന്നത്. എന്റെ അഭിപ്രായം ഞാൻ ചുരുക്കി പറയുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ട്രംപിനെതിരെ കൃത്യമായ ഒരു അഭിപ്രായം പറയേണ്ടതാണ്. അത് എന്ത് രാഷ്ട്രീയമായിക്കോട്ടെ, ഇത് ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല. ഒരു രാജ്യം എന്ന രൂപത്തിൽ നമ്മൾ ട്രംപിന്റെ കാലാകാലങ്ങളായിട്ടുള്ള യുദ്ധത്തിന്റെ പ്രേരണ നയണ്ട്. പുറമെ വേറെ പറയും, ചെയ്യുന്നത് ഉള്ളിൽ അവരുടെ കച്ചവടവും. ആ തനി കച്ചവടക്കാരനായ യുദ്ധഭ്രാന്ത് വളർത്തുന്ന കക്ഷിയെ പിന്നെ കൃത്യമായി ഒരു ധാരണ പ്രകാരം മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നമ്മൾ വലിയ ചെറിയൊരു ചർച്ചയാണ്. ഇന്ത്യ ഇപ്പോഴത്തെ ആ ചർച്ചയിൽ നിന്ന് ഉൾക്കൊണ്ടുവരേണ്ടത് അതാണ്. ഇന്ത്യ ഈ ട്രംപിന്റെ ഇതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പറഞ്ഞത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് അത്തരത്തിലേക്കൊക്കെ ഒരു വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യ ഇത്തരം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അത് പറയാൻ ശേഷിയുമൊക്കെ ഉണ്ട്. ഇന്ത്യ അത് പറയേണ്ട കാര്യങ്ങൾ, ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടതാണ്. പക്ഷേ അത് രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഭരണകൂടം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യ അത്തരം നിലപാടുകളൊക്കെ പല യുദ്ധഘട്ടത്തിലും എടുത്തിട്ടുള്ള രാജ്യം കൂടിയാണ്. നമുക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ബാലകൃഷ്ണൻ വടകര അത് ഒരാൾക്കെതിരെ മോശമായി പറഞ്ഞു. ബാലിശമായ രീതിയിലുള്ള സംസാരം കഷ്ടം തന്നെ, വർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്, മനുഷ്യനാവാൻ ശ്രമിക്കുക. ആ വാചകം എന്തായാലും
അത് അത് കുഴപ്പമില്ല. അതിന് മുമ്പ് എഴുതിയ വാചകം വേണ്ട എന്നുള്ളതുകൊണ്ട് വായിക്കാറുന്നത്. കിരൺ വെളുപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ലക്ഷ്മി സുധി പറയുന്നു. ആരെയാണ് വെളുപ്പിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇവിടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പാകിസ്ഥാൻ അനുകൂലികളാണ്, ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതല്ല എന്ന് പറയേണ്ടി വരും. അത് ആരെയും വെളുപ്പിക്കലൊന്നുമല്ല. അത് കൃത്യമായി ലക്ഷ്മി സുധി മനസ്സിലാക്കുക. ഷാജി ഭാസ്കരൻ പറയുന്നു, അക്വിനാസ് പറയുന്നു, ബാലകൃഷ്ണൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്നു. അത് എന്തിനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി തന്നെ എഴുതിക്കോളൂ. ഞാൻ ചോദിച്ചല്ലോ ചോദ്യം, ഒരു ഉദാഹരണം കമൻറ്റായി തന്നെ ഇന്ന സമയത്ത് ഇന്ന പാർട്ടി ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ന പാർട്ടി എടുത്ത നിലപാട് ഇന്ത്യക്ക് വിരുദ്ധമാണ് എന്നുള്ള താങ്കൾ ചൂണ്ടിക്കാണിക്കാമല്ലോ. താങ്കൾക്ക് എൻ്റെ മുന്നിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഏത് കാര്യങ്ങളും മുന്നിൽ താങ്കൾക്ക് വ്യക്തമാണല്ലോ. അത് അല്ലാതെ വെറുതെ ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകരുത്. ശ്രീ എം ബി മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ എം ബി മണി, ഒരേ സമയം ട്രംപ് യുദ്ധക്കൊതിയനായും നിൽക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സമാധാനത്തിൻ്റെ വെള്ളരിപ്രവായി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെവിടെയാണ് ശരി കൂടുതൽ? അത് ഈ അമേരിക്കൻ ഭരണകൂടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ലോക പോലീസിന്റെ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അവര്. അപ്പൊ ഇവിടെ നമ്മുടെ മറ്റ് രാഷ്ട്ര നേതാക്കൾ തിരിച്ചറിയേണ്ടത് യുദ്ധമെന്ന് പറയുന്നത് സർവനാശമാണ്. നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതടക്കമുള്ള സർവനാശം. ഇത് വിവേക ശൂന്യതയുടെ തിക്തഫലമാണ്. ശാസ്ത്രീയമായ ഭാഷ എന്നാണ്. അപ്പോ നമ്മുടെ ഭാരതമെങ്കിലും ഇപ്പോൾ മുൻകൈ എടുക്കേണ്ടത് ആഗോളതലത്തിൽ നമുക്കിനി യുദ്ധം വേണ്ട എന്നൊരു ഉടമ്പടി സ്വീകരിക്കുകയാണ്. ഉടമ്പടി ഉണ്ടാക്കണം. കാരണം നമ്മൾ ഈ ആണവ നിലയെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ വരുന്ന വികിരണങ്ങൾ എത്രമാത്രം നാശമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാശത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഈ പുരോഗമനപരമായ കാര്യങ്ങൾ, ജനക്ഷേമകരമായ കാര്യങ്ങളാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ചെലവാക്കുന്ന വൻ സാമ്പത്തികം ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. അപ്പൊ ഭാരതമാണ് ഇപ്പോൾ അവിടെ ഒരു പുതിയ ചിന്തകൾക്ക് തുടക്കമിടേണ്ടത്. നമുക്ക് യുദ്ധം വേണ്ട, ഇത്രേ പറയാനുള്ളൂ. ശരി, അത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്, അഭിപ്രായമാണ്. ലോകത്തിന് മുന്നിൽ അങ്ങനെ ഭാരതം ശക്തി തെളിയിക്കേണ്ടത് അത്തരം ഘട്ടത്തിലാണ്. ലോകത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശം ഉയർത്താൻ, സമാധാനത്തിന് വേണ്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഭാരതം. ഇന്ത്യക്ക് അത്തരം ശേഷിയുള്ള രാജ്യമാണ്. അത്തരം അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് വരുന്നത് വലിയ സന്തോഷവും നൽകുന്നതാണ്. യുദ്ധവിരുദ്ധമായ ഏത് നിലപാടുകളോടും നമുക്ക് എല്ലാ കാലത്തും യോജിക്കാൻ കഴിയും. യുദ്ധമല്ല ഒന്നിനും പരിഹാരം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രമം, അദ്ദേഹം ലോകത്തിലിപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനൊക്കെ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു നീക്കമാണോ ഇതൊക്കെ? യുദ്ധക്കൊതിയനായ ട്രംപ് ക്ഷണിച്ചു വരുത്തിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പാലൂട്ടി തേനൂട്ടി വളർത്തിയ ഇസ്രായേൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ മെനക്കെട്ടപ്പോഴേ അതിശക്തമായ തിരിച്ചടി ഇറാനിൽ നിന്ന് വന്നു. പിന്നെ നിലവിളിക്കാൻ തുടങ്ങി, അമേരിക്ക ഇടപെടൂ, അമേരിക്ക ഇടപെടൂ, അമേരിക്ക ഇടപെടൂ. അവസാനം ആരോടും പറയാതെ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞെടുത്ത് 10-ാം നാൾ അമേരിക്ക പോയിട്ട് ഇറാനിൽ ബോംബിടുക. അപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണേ, ഞങ്ങളെ ചുറ്റിലും നിങ്ങളുമുണ്ട്, നിങ്ങളെയൊക്കെ ആക്രമിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അതവർ കാണിക്കുകയും ചെയ്തു. പക്ഷേ അത് നമുക്കുണ്ടാക്കിയ ഒരു ക്ഷീണം, നമുക്കുണ്ടാക്കുന്ന ഒരു പ്രയാസം, നമ്മുടെ മനസ്സിൽ ഇന്നലെ ഉറക്കം വന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണ് ഉള്ളത്. കുവൈത്തിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദിയിലുണ്ട്, ഒമാനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇന്നലെ ഈ സംഘർഷം മൂർച്ഛിച്ചപ്പോഴാണ് ട്രംപിന് തോന്നിയത് ഞാൻ ചെയ്തത് അബദ്ധമായി പോയിട്ടുണ്ട്. ആ അബദ്ധത്തിൽ നിന്നാണ് ഇന്നലെ 2 പേരെയും വിളിച്ച് സമാധാനത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് അവർ 2 കൂട്ടരും ഞങ്ങൾ വെടി നിർത്താം എന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ പറയുന്നു ഞങ്ങളെ ഈ വെടി നിർത്താം എന്ന് പറഞ്ഞിട്ടും ആക്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നു. ഇപ്പോഴും സംഘർഷം നിലനിൽക്കുകയാണ്. റഷീദ് കൊയിലാണ്ടി. ശ്രീ വിനോദാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിന്റെ ഇടപെടൽ ഒരു ന്യായമായ ഇടപെടൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഇടപെടലാണോ അദ്ദേഹം നടത്തുന്നത്? ശ്രീ വിനോദ് കേൾക്കാമോ? ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, ഈ ട്രംപ് അദ്ദേഹം ലോകത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു പക്ഷം ചേരും, ഇറാനിലാണെങ്കിൽ അവിടെ പോയി ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിട്ട് ഇപ്പോൾ പറയുന്നു ഞാനാണ് സമാധാനം ഉണ്ടാക്കാൻ പോകുന്ന ആൾ എന്ന്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും നമുക്ക് ഈ വിഷയത്തെ ഞാൻ മറ്റൊരു ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിഷയത്തിലേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. കാരണം ഇപ്പൊ ഇവിടെ ട്രംപ് അല്ല വിഷയം, അമേരിക്കയാണ്. ഇപ്പൊ ഏത് ഭരണാധികാരി വന്നു കഴിഞ്ഞാലും അത് അമേരിക്കയുടെ തീരുമാനമാണ്. 1990 ഇറാഖ് കുവൈറ്റിനെ ഓക്കുപ്പൈ ചെയ്ത് കീഴടക്കി. ഇദ്ദേഹത്തിന് അറിയാമല്ലോ, ഞാനത് കുവൈറ്റിൽ ഉണ്ടായിരുന്നതാണ്.
അതായത് ആഗസ്റ്റ് 1-ാം തീയതി ഞങ്ങൾ ഉറങ്ങിയത് കുവൈറ്റിലാണെങ്കിൽ ഉണർന്നത് ഇറാഖിലാണ്. ഒരു പട്ടാളം കയറി ആ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചു, ഒരുപാട് കുവൈറ്റുകളെല്ലാം കൊന്നു. ഇനി അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ 19ാമത്തെ പ്രവിശ്യയായി മാറിക്കഴിഞ്ഞു. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം ഡസന്റ് എക്സിസ്റ്റ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്തിന് മുമ്പിൽ കൈകൂപ്പി കുവൈറ്റിന്റെ ഭരണാധികാരി അവിടുന്ന് അദ്ദേഹം ഓടിപ്പോകേണ്ടി വന്നു. ഭരണാധികാരികളെല്ലാം മറ്റൊരു രാജ്യത്ത് പോയി അഭയം പ്രാപിച്ചിട്ട് ലോകത്തോടെ മുഴുവൻ പറഞ്ഞു, എന്റെ രാജ്യം എനിക്ക് തിരിച്ചെടുക്കുക. ആരെങ്കിലും ഉണ്ടായിരുന്നോ? അമേരിക്കയല്ലാതെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? തൊട്ടടുത്ത് USSR ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ചൈനയുണ്ട്. ആരെങ്കിലും ഇടപെട്ടോ? ഈ അമേരിക്കയാണ് അതിനകത്ത് ഇടപെട്ടത്. അമേരിക്ക മുമ്പിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ള അതിനോട് ചേർത്ത് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ സദ്ദാം ഹുസൈനെയും അദ്ദേഹത്തിന്റെ ഈ സംവിധാനങ്ങളെയും എല്ലാം വളർത്തിയത് ആരാണ്? അതിനകത്തിൽ അമേരിക്കയ്ക്കും റഷ്യക്കും അന്ന് റഷ്യ അല്ല, USSRനും പങ്കുണ്ട്. അമേരിക്കയുടെ നിലപാട് എന്തായിരുന്നു സദ്ദാം ഹുസൈനോട്? നേരത്തെ അനുകൂലമായിരുന്നു, കുവൈറ്റിന് അനുകൂലമല്ലായിരുന്നു. കുവൈറ്റ് അല്ലേ കാശ് കൊടുത്ത് ഇറാനെതിരെ യുദ്ധം ചെയ്യിച്ചിരുന്നത്. ഞങ്ങളന്ന് കുവൈറ്റ് ജോലി ചെയ്യുമ്പോൾ ഞാൻ കാണാമല്ലോ, രാത്രിയിലൊക്കെ ഈ ഭയങ്കര ട്രക്കിലോട് ഓഫ് ആംസ് ആൻഡ് ആംനേഷ്യം ഇറാഖിന്റെ ബോർഡറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും ആര് ഒരു തെമ്മാടിയെ വളർത്തിയാലും, ആര് അത്തരത്തിൽ ഒരു തരത്തിലേക്കുള്ള ആളുകളെ തീവ്രവാദികളെ വളർത്തിയാലും, ആര് ഇത്തരം സംഘടനകളെ വളർത്തിയാലും ഒരിക്കൽ ആ പാമ്പ് തിരിഞ്ഞു കൊത്തുമെന്നുള്ളത് സ്വാഭാവികമാണ്. കിരൺ ആ ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, അന്നത്തെ വിഷയം സുന്നി രാഷ്ട്രമായ ഇറാഖും മറ്റ് സഖ്യകക്ഷികളായ ഗൾഫ് സ്റ്റേറ്റും ഉൾപ്പെടെ ഇറാൻ എന്ന് പറയുന്ന ഷിയ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സംഭവിക്കാതിരിക്കുകയും ആ വിഷയത്തിലെല്ലാം ഇടപെട്ട് ആ വിഷയം വഷളാക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്ത രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്ന് തന്നെയല്ലേ? അമേരിക്കയും റഷ്യയും അല്ല, അമേരിക്ക മുൻപിലുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ USSR ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളല്ല ഈ വിധ്വംസ ശക്തികളെല്ലാം വിളിച്ച് അവിടെ കൊണ്ടുവരുന്നത്. അത് നമ്മളല്ലേ തെറ്റുകാരതിനകത്ത്. അപ്പൊ ഞാൻ പറയുന്നത് സ്വന്തം പട്ടാളക്കാർ. അതിന് ടെലിഫോൺ ബന്ധം കട്ടായി പോയെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ ജയ്മോനാണ് ഏറ്റുമാനൂരിൽ നിന്നും. ശ്രീ ജയ്മോൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണ്. അതായത് പക്ക ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം. കാരണം ഇപ്പൊ ഈ കാണിച്ച് പുള്ളി തന്നെയാണ് ആദ്യം ഡിക്ലെയർ ചെയ്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് പുള്ളി ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യത്തിൽ വന്നപ്പോഴും പുള്ളി തന്നെയാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്തത് കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും ട്രംപിനെ നമുക്ക് ഒരു 100% വിശ്വസിക്കാൻ പറ്റില്ല. അഥവാ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും അദ്ദേഹം ഒരു ഇസ്രായേലിന്റെ ഒരു ചായ്വിലോട്ടേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് 100% കറക്റ്റായ ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഈ ഒരു യുദ്ധം ഉണ്ടായതുപോലെ, അതായത് ഈ ഇസ്രായേൽ ഇറാന്റെ ഇടയിലുണ്ടായ കോൺഫ്ലിക്റ്റ് പോലും ആക്ച്വലി ഒരു എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം? സത്യത്തിൽ ഒന്നുമില്ല. ഇപ്പൊ അവർ പറയുന്ന 85% 90% യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പോവുകയാണ്. 85 ഓൾറെഡി ആയി. 90 ആയി കഴിഞ്ഞാൽ അതൊരു ആണവ ഇതിലോട്ട്, അതായത് ആണവായുധം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കടന്നു വരും എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പൊ അങ്ങനെയാണെങ്കിൽ 85% വരെ അവർ ചെയ്യുന്നത് കാത്തിരിക്കുന്ന എന്തിനായിരുന്നു? ഇത് നേരത്തെ തന്നെ ചർച്ചകളിലൂടെ ഈ ട്രംപ് എന്ന് പറയുന്ന ഒരാൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. ഇതിനു മുമ്പും അമേരിക്ക ഭരിച്ചിരുന്ന ഭരണാധികാരി ഉണ്ടായിരുന്നല്ലോ, പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ബൈഡൻ ഉണ്ടായിരുന്നു. ബൈഡൻ എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് അമേരിക്കയുടെ ഒരു നിലപാട്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ തെരഞ്ഞെടുക്കപ്പെടണം ഇസ്രായേലിൽ. പിന്നെ അദ്ദേഹത്തിന്റെ മേളിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് മറച്ചു വെക്കണം. അപ്പൊ അതിനൊരു സഹായം അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു 100% ആത്മാർത്ഥമായിട്ടല്ല ട്രംപ് കാര്യങ്ങൾ, അഥവാ എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാണ്. ശ്രീ ജയ്മോൻ. ശ്രീ സലീം കുമാറാണ്. ശ്രീ സലീം കുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, ട്രംപ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനല്ലേ സാറേ. അവർ ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റതെല്ലാം അവർ പുറകെ കൂടെ കൊടുക്കുകയും ചെയ്യും. ഗൾഫ് കൺട്രികൾ മൊത്തത്തിൽ പേടിച്ച് ഇറാനെ നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രക്ഷ എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിട്ട് ആയുധങ്ങൾ കച്ചവടം ചെയ്യാനാണ് ട്രംപിന്റെ പരിപാടി. അത് ഈ വിദ്യാഭ്യാസം അല്ലാതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ സാറേ, നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് ഇതിനൊരു ശക്തമായ ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു.
ശരി, താങ്കൾ പറഞ്ഞത് വളരെ അർത്ഥവത്തായതാണ്. അത്തരം കളികളൊക്കെ തന്നെയാവും ട്രംപ് കളിക്കുന്നത്. അവിടെ അമേരിക്കയുടെ ആവശ്യം ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക, അവരുടെ ആയുധം കച്ചവടം ചെയ്യുക. അങ്ങനെ തനി കച്ചവടക്കാരനായ ട്രംപിന് മുന്നിൽ അത്തരം തറക്കളികളൊക്കെ നമ്മൾ പണ്ട് കാണുന്ന അതേ തറക്കളികളൊക്കെ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾ കൂടിയാണ് ശ്രീ ട്രംപ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിനെ, താങ്കളുടെ ഒരു നേരത്തെ ട്രംപിനെതിരാണ് എന്ന് എനിക്കറിയാം, എങ്കിലും താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ കാണുന്നത്? അഡ്വാൻസ് ആയിട്ട് ഞാൻ ട്രംപിനെതിരാന്ന് പറഞ്ഞ് ശരിയല്ല, അങ്ങനെ പറയരുത്. ശരി, എന്നാ ട്രംപിനെ അനുകൂലിയാണെന്ന് പറയാം. താങ്കൾ ഒരു ഇടതുപക്ഷ പ്രവർത്തകനും CPM പ്രവർത്തകനും ഒക്കെ താങ്കൾ സ്വാഭാവികമായും ട്രംപിനെതിരായ നിലപാടായിരിക്കും എന്നുകൊണ്ടാണ് പറഞ്ഞത്. അതല്ല, ന്യായമായിട്ടൊരു കാര്യമാണെങ്കിൽ നമ്മൾ അനുകൂലിക്കും, ന്യായമല്ലാത്ത തോന്നി അനുകൂലിക്കില്ല, അങ്ങനെയാണ്. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, ഇതിനകത്ത് പിണറായി വിജയനെ വലിച്ചേക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പിണറായി വിജയനെ അതല്ല, അതിനൊരു രണ്ടു വാക്കിൽ മറുപടി പറയാം, എന്നിട്ട് താങ്കൾ ഇതിൽ അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. അല്ല, പിണറായി വിജയനും മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാകിസ്ഥാനുമായി ഉണ്ടായ വിഷയത്തിൽ ഈ ഭരണകൂടത്തിന് മോഡി ഗവൺമെന്റിന് ഫുൾ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടീമിനകത്ത് പാർട്ടിയുടെ ജോൺ ബ്രിട്ടാസ് വരെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് വെറുതെ പിണറായി വിജയനെ ഇതിനകത്ത് വലിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിണറായി വിജയന്റെ രാജ്യസ്നേഹം ഒന്നും ആളെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യസ്നേഹം ഇവിടെ തെളിയിക്കപ്പെട്ടുള്ളതാണ് എന്നാണ് ആ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി ഇതിലേക്ക് വരാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ ട്രംപിനെ മാത്രമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാല് അമേരിക്കയ്ക്ക് ഒരു കൾച്ചർ ഉണ്ട്. അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ രക്തദാഹികളുടെ ഒരു കൾച്ചറാണ് അവർക്കുള്ളത്. പണ്ട് മുതലുള്ള ചരിത്രം എടുത്ത് നോക്കിയാല് അവർ ഏതെല്ലാം രാജ്യങ്ങളെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കുകയും മുതലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം രക്തച്ചൊരിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നാഗസാക്കി കൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ഇട്ട ബോംബ് 1.5 ലക്ഷം പേരെയും ഒരിടത്തും 2.5 ലക്ഷം പേരെ മറ്റിടത്തും കൊന്നൊടുക്കിയതാണ്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായോ? മനുഷ്യനോടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വിചാരം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ അമേരിക്ക. അതിന്റെ കൂടെ ഇപ്പൊ ട്രംപിന്റെ ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് ട്രംപിനെ പറ്റിയിട്ട് ഒരു വാർത്തയ്ക്കകത്ത് ട്രംപിന്റെ ഒരു മുഖം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോഷോപ്പിലൂടെ എന്റെ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ ഒരു ഡ്രാക്കുള ഫേസ് ആണ് എന്റെ മനസ്സിൽ വന്നത്. ഡ്രാക്കുള അറിയാമല്ലോ, ബ്രാം സ്റ്റോക്കറുടെ കഥാപാത്രം. ഏതാണ്ട് അതേ മനോഭാവത്തിലാണ് ഈ ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് എതിരായിട്ട് നിൽക്കാൻ നമ്മുടെ ലോകത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതിനെതിരായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് USSR ഉണ്ടായിരുന്നു. USSRന്റെ പതനത്തിനോടെ ആ ഒരു ചോദ്യം ചെയ്യൽ ഇല്ലാതായി പോയി. പക്ഷെ അതിന് പകരം നിൽക്കാൻ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിലും 2-3 രാജ്യങ്ങൾ ചേർന്നിട്ടാണെങ്കിലും ആ ട്രംപിന്റെ ചെവിക്ക് പിടിക്കാനും മര്യാദയ്ക്ക് നിർത്താനും കോളറിന് പിടിക്കാനും കഴിയുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാകേണ്ടി വരേണ്ടതാണ്. അതിന് നമ്മൾ പറയുന്നല്ലോ, നമ്മൾ ഇന്ത്യ നമ്മുടെ ലോകത്തിലെ 3ാമത്തെ രാജ്യമെന്ന് പറയുന്നില്ലേ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ കൃഷ്ണൻകുട്ടി. നമുക്ക് മറ്റൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ലോകത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ ട്രംപാണോ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ലോകത്തിന്റെ സമാധാനവാഹകൻ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ട്രംപിന്റെ ഈ പ്രവർത്തനങ്ങളെ കാണുന്നത്? അപ്പൊ താങ്കൾ അറിഞ്ഞില്ല ഇവരൊന്നും. ആർക്കെങ്കിലും നോബൽ പ്രൈസ് കിട്ടണമെങ്കിൽ അസീം മുനീറിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇപ്പൊ അദ്ദേഹം, കുറച്ച് ആളുകൾക്ക് മുമ്പുണ്ടായത്. അതുപോലെ അദ്ദേഹം ട്രംപിനെ വലിയൊരു ജോക്കറിനെ പറയാൻ പറ്റുള്ളൂ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അദ്ദേഹം വലിയൊരു ജോക്കറിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് പറഞ്ഞത് നാളെ ഒരു സർനെയിം കൊടുത്തിട്ടുണ്ട്, ടാക്കോ എന്ന് പറഞ്ഞിട്ട്. ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. ഇന്ന് പറഞ്ഞതല്ല നാളെ കൊൽക്കത്ത വിരിയുമ്പോ പറയുന്നത്. ഒരു ദിവസം 40% നിങ്ങൾക്ക് താരിഫ് വരും എന്ന് പറയും. അത് അവിടുത്തെ അമേരിക്കൻ കോടതികൾ ഇതാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം യുദ്ധമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ജോക്കറായിട്ടും ഒരു ശരിയല്ലാത്ത എന്തോ ഒരു, ഇപ്പോ അദ്ദേഹത്തിന് 2ാമത് കയറിയതിന് മാനസിക സംശയമുണ്ട്. അങ്ങനെയാണ് അതിന്റെ പോക്ക്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചത്, അമേരിക്കയിൽ അധികാരത്തിൽ കയറിയാലും അവരുടെ അവരെ നോക്കും. ഇതിപ്പോ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലെ പിടിപ്പില്ലായ്മയാണ് അവരെ കൊണ്ട് ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. വെസ്റ്റ് ഏഷ്യയും അത് കുറച്ച്, ഇപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവിടെ ഹിസ്ബുള്ളെ കുത്തിപ്പൊക്കിയ ശേഷമാണ് ഇറാനിട്ട് അടിക്കാൻ തുടങ്ങിയത്. നമുക്കതുപോലെ തന്നെ ചൈന. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ട്രംപിനെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. ട്രംപ്
വിലയിരുത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ ട്രാക്കുളോ അല്ലെങ്കിൽ യുദ്ധക്കൊതിയൻ, ട്രാക്കുള എന്ന് നമ്മൾ പറയാനുള്ള യുദ്ധക്കൊതിയനാണ്. കാരണം ട്രംപ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഈ GCC കൺട്രികളെ ഉന്നമിട്ടുകൊണ്ട്, കാരണം അതിന്റെ ബിസിനസിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം ലോകത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഈ നല്ല ആദായമുള്ള നാടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരാളായി മാറിയിരിക്കുകയാണ് ട്രംപ്. നേരത്തെയൊക്കെ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വാല്യൂവും വിലയും ഉണ്ടായിരുന്നു. ഇവിടെ സംസാരിച്ച ഒരുപാട് സുഹൃത്തുക്കളും പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അമേരിക്കയോട് സത്യം പറഞ്ഞ ഒരു പുച്ഛം തോന്നുകയാണ്. അത് ട്രംപിനോടുള്ള പുച്ഛമാണ്, അമേരിക്കയോടുള്ളതല്ല, ഈ ട്രംപിനോടുള്ള പുച്ഛമാണ്. അപ്പൊ ഈ ട്രംപിനെ കണക്കുള്ള യുദ്ധക്കൊതിയനാണ് ഈ സത്യത്തിൽ ഇപ്പോ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് മുഖ്യ കാരണം. എന്നിട്ട് അദ്ദേഹം നേരത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോടൊരു കാര്യം ട്വീറ്റ് ചെയ്താലോ പറഞ്ഞാലോ എല്ലാവരും കേൾക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു യുദ്ധം നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഇറാൻ അങ്ങോട്ട് ഇസ്രായേലിനെ അടിച്ചിരിക്കുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ ട്രംപ് അമേരിക്കയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരാളാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ, ഈ ട്രംപ് അവകാശപ്പെടുന്നത് താനാണ് എല്ലായിടത്തും പോയി സമാധാനം ഉണ്ടാക്കുന്ന ആൾ എന്നാണ്. താങ്കൾക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? സാർ, ഈ ഇരുകാലി മമ്മൂഞ്ഞിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല സാർ. നമ്മുടെ ലോകത്ത് എവിടെ യുദ്ധം ഉണ്ടായാലും പ്രത്യേകിച്ച് കേരളീയർ ആകെ ആശങ്കയിലും ഭയത്തിലുമാണ്. ഉദാഹരണം എന്റെ കാര്യം തന്നെ എടുക്കാം. മാസങ്ങൾക്ക് മുമ്പാണ് സാർ എന്റെ മകൾ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് അബുദാബിയിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്നത്. ഭാഗ്യത്തിന് എല്ലാ വിമാനങ്ങളും അവിടെ റദ്ദ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്തിഹാദിന്റെ വിമാനത്തിൽ അവൾ കയറി എന്നുള്ളൊരു ആശ്വാസ വാക്ക് കിട്ടുന്നുണ്ട്. ഈ അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് സാർ. നമ്മളെ കേരളത്തിലുള്ള ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വളരെ ശരിയാണ്. സ്വന്തം ആളുകൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് പെട്ടുപോകുമ്പോഴുണ്ടാകുന്ന വേദന എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് അറിയാം. വിമാനത്തിൽ കയറുന്നത് വരെ എന്റെ മാനസികാവസ്ഥ. അതുപോലെ എത്രയോ പേരാണ് സാർ നമ്മളെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ മലയാളികളും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും ഉണ്ട്. ഏതായാലും ഈ ട്രംപ് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഹാഷിമാണ് അരൂരിൽ നിന്നും. ശ്രീ ഹാഷിം, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപ് ഇപ്പോൾ പറയുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു, അതിനുശേഷവും പക്ഷേ വെടിനിർത്തലേക്ക് ഇല്ല എന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. എന്താവും ഫലം എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അറിയാം. താങ്കൾ എങ്ങനെയാണെന്നു ഇതിനെ? ഒറ്റക്കാര്യം നോക്കിയാൽ സാറേ, കിങ് ജോണിന്റെ കൊറിയ ഇതിനു മുമ്പ് പല പ്രാവശ്യം അമേരിക്കക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തൊട്ടില്ല, ഉപരോധം മാത്രം വെച്ചല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരയിലാണ് വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അമേരിക്കയോടുള്ള വിദ്വേഷം, അതായത് എല്ലാ കാര്യത്തിനും അമേരിക്ക എന്നുള്ള ചിന്ത മാറ്റിയെടുക്കണം. ഇപ്പൊ ചൈനയെ പോലെ സ്വന്തം കാര്യം നോക്കി നടന്നു കഴിഞ്ഞാൽ തന്നെ കുറെ അമേരിക്കയുടെ ലോക പോലീസ് വിളിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് ക്ഷമിക്കണം, നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് മോൺസാക്ക് പറയുന്നു. ഷാജി ഭാസ്കരൻ പറയുന്നു അന്ന് USSR ഇല്ല, റഷ്യയാണ് എന്ന് പറയുന്നു. അല്ല, അന്ന് USSR അവസാനിക്കുന്നത് 91-ലാണ്. ഇറാഖ് കുവൈറ്റ് വാർ നടക്കുന്നത് 90-ലാണ്. അന്ന് USSRൻ്റെ ഒരു അന്തിമഘട്ടത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അവിടെ ആ സമയത്ത് ഉണ്ട് എന്നുള്ളത് MB മണിക്ക് ഒരു ലൈക്ക് ഇടുന്നു ശ്രീ ഷാജി ഭാസ്കരൻ. അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ട്രംപിൻ്റെ കുത്തിനു പിടിക്കാൻ തയ്യാറായേക്കും, ഇന്ത്യയോ എന്ന് ചോദിക്കുന്നു ജയകുമാർ. മൈ ഫ്രണ്ടിനെ ആര് പിടിക്കാൻ എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. ഇദ്ദേഹം പണമുണ്ടാക്കിയത് റെസ്ലിങ്ങിലൂടെയാണ് എന്ന് പറയുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മഹാഭൂരിപക്ഷം പ്രേക്ഷകരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലെടുക്കുന്ന നിലപാടിനെതിരെ, അത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ എടുത്ത നിലപാടായാലും മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടായാലും സംശയാസ്പദമായ നിലപാടാണെന്നും തനി കച്ചവടക്കാരനായ ട്രംപ് അവിടെ തൻ്റെ ആയുധ കച്ചവടത്തിനുള്ള വഴിയാണ് ഉപയോഗിക്കുന്നതെന്നും അമേരിക്ക പണ്ട് മുതലേ ചമയുന്ന ഈ ലോക പോലീസിങ്ങിനുള്ള ശ്രമമാണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.